ഹലോ. ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ചില ആളുകൾക്ക് ടഫാണെങ്കിൽ പോലും നമ്മളൊന്ന് ശ്രമിച്ചാൽ നമുക്ക് അറബിയിൽ എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക എന്നുള്ളത്. ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, അതിലൂടെ മാർക്ക് സ്കോർ ചെയ്യാമെന്ന് പറഞ്ഞ് നോക്കാം. ഇൻഷാഉൽ അസ്സില, ചോദ്യങ്ങൾ ഉണ്ടാക്കുന്ന രീതി. ഓക്കെ, നമുക്ക് സ്വാഭാവികമായിട്ടും ഇതേപോലെ ഒരു സെൻറ്റൻസ് തരും. നമുക്ക് സെൻറ്റൻസ് എന്നിട്ട് നമുക്ക് നമ്മുടെ അതിൽ പറയും ഇങ്ങനെ സെൻറ്റൻസ് വായിച്ചു ജക്കറഹുവ തർജ്ജമത്തിൽ ആയാത്ത് വനുൻഷിഉ, നമ്മൾ ഉണ്ടാക്കണം അർബഅത അസ്ഇല, 4 ചോദ്യങ്ങൾ അല്ലേ. ബിസ്തിഖ്ദാമി അദവാത്തുൽ ഇസ്തിഫാം. അദവാത്തുൽ ഇസ്തിഫാം എന്ന് പറഞ്ഞാൽ അറിയാത്തവർ എഴുതി വെക്കുക. അദവാത്തുൽ ഇസ്തിഫാം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ വേർഡ്സിനാണ് പറയാം. ക്വസ്റ്റ്യൻ വേർഡ്സിനാണ് എന്താ പറയുക, അദവാത്തുൽ ഇസ്തിഫാം എന്ന് പറയാം. ഓക്കെ, ഇവിടെ സ്വാഭാവികമായിട്ടും നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കേണ്ടുന്ന വാക്കുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് തരും. നമുക്ക് ഇവിടെ ഏതൊക്കെ തന്നിട്ടുണ്ട്. മൻ, എന്താ മൻ എന്ന് പറഞ്ഞാൽ? മൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, മൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൂ, ആര്. ഓക്കെ, മാ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? വാട്ട്, എന്ത് അല്ലേ. ഇനി ഐന എന്ന് പറഞ്ഞാലോ നമുക്കറിയാം വേർ. ഐന എന്ന് പറഞ്ഞാൽ വേർ, എവിടെ എന്നാണ് അർത്ഥം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? മത്ത എന്ന് പറഞ്ഞാൽ വെൻ, എപ്പോൾ എന്നാണ് അർത്ഥം. ഓക്കെ, ഇത് വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ നമുക്കൊരു സെൻറ്റൻസ് സെലക്ട് ചെയ്യാം. ആ സെൻറ്റൻസിൽ ഒരു കാര്യം പറയുന്നുണ്ടാവും. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മലയാളത്തിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കി നോക്കാം. എക്സാമ്പിൾ, ആ ഷായിറു സ്വാലിഹ് മഹ്മൂദ് ഹവാരി ഫിലസ്തീനി ജിൻസിയത്ത്. സ്വാലിഹ് മഹ്മൂദ് ഹവാരി ഫലസ്തീൻ ജിൻസിയത്ത് എന്ന രാജ്യക്കാരനാണെന്നാണ്. അപ്പോൾ ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഒരാളെ കുറിച്ച് പറഞ്ഞിക്കണമെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ മൻ വെച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. മൻ വെച്ചിട്ട് എന്ത് ചെയ്യണം, ആണാണെങ്കിൽ മൻ ഹുവ അല്ലേ, ആണെങ്കിൽ മൻ ഹുവ. സ്ത്രീ ആണെങ്കിലോ മൻ ഹിയ, സ്ത്രീയാണ് മൻ ഹിയ അല്ലേ. മൻ ഹുവ സാലിഹ് മഹ്മൂദ് ഹവാരി ഉണ്ടോ. മൻഹുവ സ്വാലിഹ് മഹ്മൂദ് ഹവാരി. അപ്പോൾ ഒരാളെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേരിന് തൊട്ട് മുമ്പ് മൻഹുവ ചേർത്താൽ നമുക്ക് എന്തായി, ക്വസ്റ്റ്യനായി. അപ്പോൾ ഈ 4ത്തിൽ നമുക്ക് എന്തായി, ഒന്നിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടി. ഈ രണ്ടാമത്തെ എന്താണ്? രണ്ടാമത്തത് മാ ആണ് അല്ലേ. മാ വെച്ചിട്ട്, മാ എന്ന് പറഞ്ഞാൽ എന്തെന്നാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്താണെന്നുള്ളത് ചോദിക്കാൻ പറ്റിയ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. അപ്പോൾ സ്വാലിഹ് മഹ്മൂദ് ഹവാരി ഫലസ്തീൻ ജിൻസിയത്ത്, അദ്ദേഹം എന്താണ്, ഫലസ്തീൻ നാഷണാലിറ്റി ഉള്ള ആളാണ്, രാജ്യക്കാരനാണെന്നാണ്. അപ്പോൾ അയാളുടെ നാഷണാലിറ്റി എന്താണ്, ദേശീയത എന്താണെന്ന് ചോദിക്കാം നമുക്ക് അല്ലേ. അപ്പോൾ നാഷണാലിറ്റിക്ക് എന്താ പറയുക, ജിൻസിയത്ത്. അപ്പോൾ ഇതിൽ നമ്മൾ ചോദിക്കുകയാണ്, സെൻസ് നോക്കട്ടോ. സ്വാലിഹ് മഹ്മൂദ് ഹവാരിയുടെ നാഷണാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് എന്താ ഉത്തരം കിട്ടുക, അൽ ഫിലസ്തീനി എന്നല്ല ഉത്തരം കിട്ടുക അല്ലേ. ഫിലസ്തീനി എന്നാണ് ഉത്തരം കിട്ടുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ എന്താ ചോദിക്കുന്നത്, ജിൻസിയത്തല്ലേ ചോദിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് എന്ത് ചെയ്യുക, നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫിലസ്തീനത്തിന് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് മുമ്പ് എന്ത് ചെയ്യുക, മാ ചേർക്കാം. മാ ജിൻസിയത്തു, ഇത് സ്വാലിഹ്, മാ ജിൻസിയത്ത് സ്വാലിഹ് മഹ്മൂദ് ഹവാരി. സ്വാലിഹ് മഹ്മൂദ് ഹവാരിയുടെ ജിൻസിയത്ത് എന്താണ് ഉണ്ടോ. എപ്പോഴും ക്വസ്റ്റ്യൻ വേർഡ് എവിടെ ചേർക്കേണ്ടത്, ഫസ്റ്റിലെ ചേർക്കേണ്ടത്. ക്വസ്റ്റ്യൻ വേർഡ് എപ്പോഴും ഫസ്റ്റിൽ ചേർക്കാം. അദ്ദേഹത്തിൻ്റെ ദേശീയത എന്താണെന്ന് ചോദിക്കാം. ഓക്കെ, ഇനി നിങ്ങൾ നോക്കൂ, ഐന എവിടെ എന്നുള്ളതാണ്. അപ്പോൾ എവിടെ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഏതെങ്കിലും സ്ഥലത്തിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അല്ലേ, സ്ഥലത്തിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ എവിടെയെന്ന് ചോദിക്കാം. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വുലിദ ബി ബലദത്തി സമഖ് ഫിലസ്തീൻ എന്ന് പറയാം. അപ്പോൾ വുലിദ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എവിടെ ജനിച്ചതെന്ന് ചോദിക്കാം. വളരെ സിമ്പിളായി ചോദിക്കാൻ പറ്റുന്ന എന്താണ്, ഇതെല്ലാവരെയും ഏത് പാരാഗ്രാഫ് തരുന്ന സമയത്തും അവിടെ അയാൾ ജനിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഐന വുലിദ, ആളെ പേര് സ്വാലിഹ്, മുഴുവൻ എഴുതുന്നില്ല ഉണ്ടോ. ഐന വുലിദ സ്വാലിഹ് മഹ്മൂദ് ഹവാരി, സ്വാലിഹ് മഹ്മൂദ് ഹവാരി എവിടെയാണ് ജനിച്ചത് കണ്ടോ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് വേറെ ക്വസ്റ്റ്യനും കിട്ടും. എവിടെയെങ്കിലും വർഷം ഇയർ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, മത്ത യൂസ് ചെയ്യാം, എപ്പോഴും യൂസ് ചെയ്യാം അല്ലേ. അപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ എഴുതാം, മത്ത വുലിദ. ഏറെക്കുറെ എല്ലാത്തിലും നിങ്ങൾക്ക് എന്തുണ്ടാവും,
ഒരാളെ കുറിച്ച് പറഞ്ഞെടുത്ത് അയാളെ പേരും അയാളുടെ നാടും ജനിച്ച സ്ഥലവും അതേപോലെ തന്നെ ജനിച്ച വർഷവും പറയുന്നുണ്ടാവും. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻസ് ആകെ 1-2 സെന്റൻസ് തന്നെ ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാക്കാം. അയിന വുലിദ സോലിഹ് മത്ത വുലിദ സോലിഹ് മുഹമ്മദ് ഹവാരി ഉണ്ടോ. അപ്പോൾ മന്ന് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യനായി, മാ ആയി, അയിനായി, മത്തായി. അപ്പോൾ വളരെ സിമ്പിളായി നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. ഞാൻ ഈ ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ ആർക്കാന്നറിയോ, ഈ ക്വസ്റ്റ്യൻസിൽ എന്ത് ചെയ്താൽ മതി, ഇത് കോമൺ ആയിട്ട് ഏറെക്കുറെ ആരെ കുറിച്ചുള്ള പാരാഗ്രാഫിലും അയാളെ പേര് പറയാതിരിക്കോ, അപ്പോൾ അത് മന്ന് വെച്ച് ക്വസ്റ്റ്യനായി. അയാളെ രാജ്യം പറയാതിരിക്കോ, അപ്പോൾ മാ വെച്ച് ക്വസ്റ്റ്യൻ കിട്ടും. അയാൾ പിന്നെ ജനിച്ച സ്ഥലം പറയാതിരിക്കോ, അതുണ്ടാവില്ല, അപ്പോൾ ആ ക്വസ്റ്റ്യനുമായി. അയാൾ ഏത് വർഷം ജനിച്ചെന്ന് പറയാതിരിക്കോ, അതും ഉണ്ടാവില്ല. അപ്പോൾ ഏറെക്കുറെ എല്ലാത്തിലും ജനിച്ച വർഷവും സ്ഥലവും നാടും പേരും ഉണ്ടാവും. അതുകൊണ്ട് മൻ മാ അയിന മത്ത വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് പണിയുള്ള കാര്യമല്ല. ഇത് ഏറ്റവും സിമ്പിളായിട്ട് അറിയാത്ത ഒരാൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഈ ക്വസ്റ്റ്യൻ അറിയുന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ പിന്നെ നല്ല ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, ഇത് വായിച്ചു നോക്കിയിട്ട് കുറച്ചും കൂടിയൊക്കെ വലിയ ലെങ്തിയായ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കാം, നോ പ്രോബ്ലം. പക്ഷേ നമുക്ക് ഒന്നും അറിയാത്ത ഒരാൾക്കും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. നിങ്ങൾക്ക് ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻസ് എഴുതിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, 4-ൽ 4 മാർക്കും കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, അതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളിവിടെ നിങ്ങൾക്ക് തരുന്ന നോട്ടിലുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യുക, ഏത് ക്വസ്റ്റ്യൻസ് ചോദിച്ച് പാരാഗ്രാഫ് തന്നാൽ അതിൽ നിന്ന് സിമ്പിളായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറ്റണം. ക്വസ്റ്റ്യൻ വേർഡ് യൂസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക. ഓക്കെ, തരുന്ന നോട്ടിൽ നിങ്ങൾക്ക് നിന്ന് ക്വസ്റ്റ്യൻ വേർഡ്സും അതിൻ്റെ മീനിങ് ഒക്കെ നമ്മൾ മാക്സിമം ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കി ഫുൾ മാർക്ക് വാങ്ങുന്ന ഒരു കുട്ടിയായിട്ട് മാറുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.